വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല പ്രതിനിധി സംഘം സെപ്റ്റംബർ 22-ന് അമേരിക്ക സന്ദർശിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാധ്യമായ വ്യാപാര കരാറിനെക്കുറിച്ചും ഇന്ത്യയും യുഎസും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും പ്രതീക്ഷകൾ ഉണർത്തുന്നതാണ് ഈ വികസനം. എന്നാൽ ട്രംപിന്റെ ഇരട്ട നിലപാടുകൾ വീണ്ടും ഇന്ത്യക്ക് തിരിച്ചടിയാകുമോ എന്നതിലും സംശയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ചർച്ചകൾ വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഇന്ത്യക്ക് അതിൽ ദോഷം വരാത്ത രീതിയിലുള്ള നീക്കങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പിലാക്കിയിരിക്കുന്നത്. യുഎസ് ഇന്ത്യക്കിട്ട് മറ്റേതെങ്കിലും രീതിയിൽ പണിവെച്ചാൽ അതിനെ ശക്തമായി ചെറുക്കാനുള്ള നടപടിയും മോദി ഇതിനകം സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ത്യ യുഎസ് വ്യാപാര കരാറിനെ കുറിച്ചുള്ള നിർണായക ചർച്ചകളിൽ ഏർപ്പെടുക, പരസ്പര പ്രയോജനകരമായ ഒരു വ്യാപാര കരാറിന്റെ ആദ്യകാല സമാപനത്തിലേക്കുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നിവയാണ് മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ തന്ത്രപരമായ സന്ദർശനത്തിന്റെ പ്രാഥമിക അജണ്ടയെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. വാണിജ്യ വ്യവസായ മന്ത്രാലയം പ്രസ്താവിച്ചതുപോലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാറിനെ കുറിച്ചുള്ള നിർണായക ചർച്ചകളിൽ ഏർപ്പെടുക എന്നതാണ് ഇതിന്റെ പ്രധാന അജണ്ട. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന വ്യാപാര സംഘർഷങ്ങൾക്കിടയിൽ പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനം കുറച്ച് ഊഷ്മളത കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ യുഎസ് സന്ദർശനം വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾക്കിടയിൽ ഈ ചർച്ചകളുടെ നല്ല ഫലങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷ വളരെ ഉയർന്നതാണ്. ഇന്ത്യക്കും യുഎസിനും അത്തരമൊരു വ്യാപാര കരാറിന്റെ പരസ്പര നേട്ടങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ഒരു നേരത്തെയുള്ള നിഗമനത്തിലെത്താനുള്ള ഉദ്ദേശം മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ വിശദീകരിച്ചു. സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള നിർണായക നീക്കമാണ് പീയൂഷ് ഗോയലിന്റെയും അദ്ദേഹത്തിന്റെ പ്രതിനിധി സംഘത്തിന്റെയും യുഎസ് സന്ദർശനം പ്രതിനിധീകരിക്കുന്നത്. ഇന്ത്യ യുഎസ് വ്യാപാര ബന്ധങ്ങളുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഈ ചർച്ചകൾ നിർണായകമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യം, നിക്ഷേപം, സഹകരണം എന്നിവയ്ക്കുള്ള പുതിയ വഴികൾ തുറക്കാൻ സാധ്യതയുണ്ട്. താരിഫുകളെ ചൊല്ലിയുള്ള സമീപകാല സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യയും അമേരിക്കയും തങ്ങളുടെ വ്യാപാര ചർച്ചകളിൽ മുന്നേറുന്നത് ശ്രദ്ധേയമാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% ശിക്ഷാ തീരുവ ഏർപ്പെടുത്തിയതിനു ശേഷം പ്രശ്നം പരിഹരിക്കുന്നതിനായി ഇരു രാജ്യങ്ങളും പ്രവർത്തിച്ചു വരികയാണ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ യുഎസ് പിൻവലിക്കുമെന്നും പരസ്പര താരിഫ് 25% നിന്നും ഏകദേശം 10 മുതൽ 15% കുറയ്ക്കുമെന്നും മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്ത നാഗേശ്വർ പ്രതീക്ഷിക്കുന്നു. അടുത്ത 2 മാസത്തിനുള്ളിൽ നേരത്തെ അല്ലെങ്കിൽ കുറഞ്ഞത് 25% അധിക പിഴ താരിഫിന് ഒരു പരിഹാരം കാണാൻ കഴിയുമെന്നാണ് എന്റെ വ്യക്തിപരമായ വിശ്വാസമെന്നും നാഗേശ്വർ വ്യക്തമാക്കി. പ്രധാനമന്ത്രി മോദിയുടെ 75ാം ജന്മദിനത്തോടനുബന്ധിച്ച് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അടുത്തിടെ നടത്തിയ പോസിറ്റീവ് ആശയവിനിമയങ്ങളാണ് ഈ ശുഭാപ്തി വിശ്വാസത്തിന് ആക്കം കൂട്ടിയത്. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ സഹായിച്ചതിന് പ്രധാനമന്ത്രി മോദിക്ക് അഭിനന്ദന ഫോൺ കോളിൽ ട്രംപ് നന്ദി പറഞ്ഞു. ഇത് യുഎസ് ഇന്ത്യ സംഘർഷങ്ങളിൽ ഒരു അയവ് വരുത്തുന്നതിന്റെ സൂചനയാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്. ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ് കളക്ഷൻ, മാസ് വിലക്കുറവ്, സൂപ്പർ EMI ഓപ്ഷനുകൾ, ബ്രാൻഡ് ഓഫറുകൾ, ഇതിലെല്ലാത്തിലും ഉപരി മൈജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ. മൈജി ഓണം മാസ് ഓണം.